ഹായ് ഓൾ, ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മോഡ്യൂൾ 3യിൽ നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണത് മാക്സ്വെൽ ഇക്വേഷൻസ്. ഓക്കെ, മാക്സ്വെൽ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മാക്സ്വെൽ ഇക്വേഷൻ ഫോർ സ്റ്റാറ്റിക് ഫീൽഡും അതേപോലെ മാക്സ്വെൽ ഇക്വേഷൻ ഫോർ ഡൈനാമിക് ഫീൽഡും, ഇത് രണ്ടും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഫീൽഡ് എന്നുള്ളത് എന്താണ്? സ്റ്റേഷനറി ആണ്. ഡൈനാമിക് ഫീൽഡ് എന്ന് വെച്ചാൽ അവിടെ ഫീൽഡ് എന്താണ്? വേരി ചെയ്യാണ്. ഓക്കെ, അപ്പോൾ മാക്സ്വെൽ ഇക്വേഷൻ ഫോർ സ്റ്റാറ്റിക് ഫീൽഡിലെ ഡിഫറൻഷ്യൽ ഫോമും അതേപോലെ ഇന്റഗ്രൽ ഫോമും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഓരോന്നിന്റെയും ഡെഫിനിഷനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ്. ഫസ്റ്റ് എന്താണ്? ഡെൽ ഡോട്ട് ഡി. ഇത് രണ്ടും ഫസ്റ്റത്തെ രണ്ടും ഇലക്ട്രിക് ഓഫ് സ്റ്റാറ്റിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് മാഗ്നറ്റോ സ്റ്റാറ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡെൽ ഡോട്ട് ഡി ഇസ് ഇക്വൽ ടു റോ വി. ഓക്കെ, അതാണ് എന്ത്? നമ്മുടെ ഗോസ് ലോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇന്റഗ്രൽ ഫോം ആണ് എന്ത്? ഡി ഡോട്ട് ഡി എസ് ഇസ് ഇക്വൽ ടു ഇന്റഗ്രൽ റോ വി ഡി ബി എന്നുള്ളത്. ഓക്കെ, ഇത് ഡിന്റെ ടേമിൽ വേണ്ട, ഇന്റെ ടേമിൽ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഡെൽ ഡോട്ട് ഇ എന്നാണെങ്കിൽ എന്ത് വരും? ഡെൽ ഡോട്ട് ഇ എന്നാണെങ്കിൽ റോ വി ബൈ എപ്സിലോൺ എന്ന് വരും. ഇവിടെ ഇ ഡോട്ട് ഡി എസ് ആണെങ്കിൽ ഇതേ ഡിവൈഡ് ബൈ എപ്സിലോൺ എന്ന് വരും. ഓക്കെ, അപ്പോ ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. രണ്ടാമത് എന്താണ്? ക്രോസ് പ്രോഡക്റ്റ് ആണ്. ഡെൽ ക്രോസ് ഇ സിക്വൽ ടു എന്താണ്? 0. ഓക്കെ, ഇവിടെ ഡെൽ ഡോട്ട് ഡിക്ക് വാല്യൂ ഉണ്ട്, ഇവിടെ ഡെൽ ക്രോസ് ഇക്ക് എന്തില്ല, വാല്യൂ എന്താണ്? 0 ആണ്. ഓക്കെ, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു 0. കൺസർവേറ്റീവ് നാച്ചർ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, അതായത് ഇതാണ് നമ്മുടെ എന്ത്? കെ വി എൽ. ഓക്കെ, അപ്പൊ അത് രണ്ടും മനസ്സിലായില്ലേ? മൂന്നാമത്തും നാലാമത്തും മാഗ്നറ്റോസ്റ്റാറ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. മൂന്നാമത്തെ ഡെൽ ഡോട്ട് ബി ഇസിക്വൽ ടു എന്താണ്? 0 ആണ്. ഡെൽ ഡോട്ട് ബി ഇസിക്വൽ ടു 0 ആണ്. ഓക്കെ, അതായത് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇസിക്വൽ ടു 0. അതായത് നോൺ എക്സിസ്റ്റൻസ് ഓഫ് മാഗ്നറ്റിക് മോണോപോൾ. ഓക്കെ, മാഗ്നറ്റ് എപ്പോഴും എന്തായിക്കാരം? ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാക്കും. ഒരു നോർത്ത് പോളായിട്ട് മാത്രം നമുക്ക് കിട്ടില്ല. മോണോപോൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പോള്. നോൺ എക്സിസ്റ്റൻസ് ഓഫ് മാഗ്നറ്റിക് മോണോപോൾ. മാഗ്നറ്റിക് മോണോപോൾ എന്ത് ചെയ്യില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് എന്ത്? ഡെൽ ഡോട്ട് ബി ഇസിക്വൽ ടു 0 അല്ലെങ്കിൽ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇസിക്വൽ ടു 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നാലാമത്തെ ഡെൽ ക്രോസ് എച്ച് ഇസിക്വൽ ടു ജെ. ഓക്കെ, ഡെൽ ക്രോസ് എച്ച് ഇസിക്വൽ ടു ജെ. അപ്പൊ ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്, ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഇവിടെ എച്ചിന് പകരം ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി സിക്വൽ ടു എന്താണ്? മ്യൂ എച്ച് എന്നാണ്. ഓക്കെ, അപ്പോ ബി ചെയ്താല് എന്ത് ചെയ്യും? ഇവിടെ ഒരു മ്യൂ കൊണ്ട് മൾട്ടിപ്ലൈ വരും. ഓക്കെ, അതേപോലെ എച്ച് ഡോട്ട് ഡി എൽ ഇസിക്വൽ ടു എന്ത് വരും? ഇന്റഗ്രൽ ജെ ഡോട്ട് ഡി എസ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതെന്താണ്? ഡൈനാമിക് ഫീൽഡിലുള്ള വേരിയേഷൻസ് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ ഡൈനാമിക്കലി വേരി ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് ഓക്കെ രണ്ടാമത്തെ ഇക്വേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ നാലാമത്തെ ഇക്വേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ എന്ത്? സ്റ്റാറ്റിക്കും ഡൈനാമിക്കലും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അത് രണ്ടും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? -0ക്ക് പകരം മൈനസ് ഡോ ബി ബൈ ഡോട്ട് എന്നുള്ള ഒരു ടേം വരും. ഇതാണ് എന്ത്? ഫാരഡേസ് ലോ എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ ഡെൽ ക്രോസ് എച്ച് ഇസ്ക്വൽ ടു ജെ എന്നുള്ളൂ. അതിന്റെ കൂടെ എന്തും കൂടെ വരും? ഡൈനാമിക് ഫീൽഡ് വരുമ്പോൾ ഡോ ഡി ബൈ ഡോട്ട് എന്നുള്ള ഒരു ടേം കൂടി വരും. ഓക്കെ, ഡോ ഡി ബൈ ഡോട്ട് എന്നുള്ള ഒരു ടേം കൂടി വരും. ഓക്കെ, ഇന്റഗ്രൽ ജെ ഡി എസ് ആണ് എന്ത് ചെയ്യുന്നു? എന്ത്? കറന്റ് എന്നുള്ളത്. ഓക്കെ, അതാണ് ഇവിടെ മാർക്ക് ചെയ്തത്. പ്ലസ് ഇന്റഗ്രൽ എന്തും കൂടി വരുന്നത്? ഡോ ഡി ബൈ ഡോട്ട് ടി ഡോട്ട് ഡി എസ് എന്നുള്ള ഒരു ടേം കൂടി വരുന്നത്. ഓക്കെ, ഇതാണ് ഇത് തമ്മിലുള്ള വേരിയേഷൻ. അപ്പൊ ഇത് ഞാൻ ഈ സർക്കിൾ ഇട്ടതാണ് എന്ത്? സ്റ്റാറ്റിക്കിന്റെ കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. അങ്ങനെ പഠിച്ചാലും മതി. ഓക്കെ, അപ്പൊ ഇതില് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എന്ത്? ഡെൽ ക്രോസ് എച്ച് ഇസിക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോട്ട് എന്നുള്ളത്. ഓക്കെ, ഇതിൽ ഈ ജെനെ പറഞ്ഞ പേരാണ്. ഇതും എന്താണ്? കറന്റ് ഡെൻസിറ്റി ആണ്. ഒരു കറന്റ് ഡെൻസിറ്റി ആണ് ഈ ജെ എന്നുള്ളത്. മറ്റൊരു കറന്റ് ഡെൻസിറ്റി ആണ് എന്ത്? ഡോ ഡി ബൈ ഡോട്ട് എന്നുള്ളത്. ഓക്കെ, അതാണ് എന്ത്? കണ്ടക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി എന്നുള്ളത്. ഓക്കെ, കണ്ടക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി.
ഓക്കെ, അപ്പൊ ഇതൊരു ആർ സി പാരലൽ ആയിട്ടുള്ള സർക്യൂട്ട് ആണ്. ഇപ്പൊ ഒരു കറന്റ് പാസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഐ എന്നുള്ളത് ഇവിടുന്ന് പാസ് ചെയ്യുകയാണെങ്കിൽ അത് ഇങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് സ്പ്ലിറ്റ് ആകും. ഒരു I1 ഉം I2. ഈ റെസിസ്റ്റർ കൂടി പാസ് ചെയ്യുന്നത്, റെസിസ്റ്റർ കൂടി പാസ് ചെയ്യുന്നതാണ് എന്ത്, കണ്ടക്ഷൻ എന്നുള്ളത്. ഓക്കെ, കണ്ടക്ഷൻ പ്രകാരമാണ് റെസിസ്റ്റർ കൂടി കറന്റ് പാസ് ചെയ്യുക. ഓക്കെ, ഇതിൽ കണ്ടക്ഷൻ ഇല്ല, ഇതിൽ ഡിസ്പ്ലേസ്മെന്റ്. ഈ രണ്ട് പാരലൽ പ്ലേറ്റിന്റെ ഇടയിൽ എന്താണ്, ഒരു എയർ ഗ്യാപ്പ് ആണ്. അപ്പൊ ഇത് കണ്ടക്ഷൻ വഴിയല്ല, ഡിസ്പ്ലേസ്മെന്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്ലേറ്റിൽ നിന്ന് ഈ പ്ലേറ്റിലോട്ട് കറന്റ് പാസ് ചെയ്യുന്നത്. അപ്പൊ കപ്പാസിറ്റർ കൂടിയുള്ള കറന്റിനാണ് എന്ത് പറയാറ്, ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് പറയാ. റെസിസ്റ്റർ കൂടിയുള്ള കറന്റ് ആണ് എന്ത്, കണ്ടക്ഷൻ കറന്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ആ ഡെൻസിറ്റി ആണ് എന്ത്, കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ജെ സി എന്ന് പറഞ്ഞ ടേം ആണ് റെപ്രസെന്റ് ചെയ്യാറ്. ജെ സി എന്നുള്ള ടേം കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി, റെസിസ്റ്റർ കൂടിയുള്ള കറന്റ്. ഓക്കെ, ഇപ്പൊ ഓംസ് ലോ പ്രകാരം വി എന്ന് വെച്ചാൽ എന്താണ്, ഐ സി ഇൻറ്റു ആർ എന്ന് വരും. അതേപോലെ ഇ എന്ന് വെച്ചാൽ എന്താണ്, വി ബൈ എൽ ആണ്. ഓക്കെ, അപ്പൊ ഈ എൽ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താ, ഇ ഇൻറ്റു എൽ എന്ന് എഴുതാം. അപ്പൊ വി എന്ന് കിട്ടി. അതിനെ എടുത്ത് ഐ സി ഇൻറ്റു ആർ എന്നുള്ളത്. ഓക്കെ, വി തന്നെയാണത് ഐ സി ഇൻറ്റു ആർ, കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി ഇൻറ്റു ആർ. ആർ എന്ന് വെച്ചാൽ എന്താ, റെസിസ്റ്റർ ആണ്. റെസിസ്റ്ററിന്റെ ജനറൽ ടേം ആണത് റോയിൽ ബൈ എ എന്നുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ എല്ലും എല്ലും ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇ എന്നുള്ളത് കിട്ടിയ ഐ സി റോ ബൈ എ എന്ന് കിട്ടി. ഓക്കെ, ഐ സി ബൈ എ, കറന്റ് പെർ ഏരിയ, കണ്ടക്ഷൻ കറന്റ് പെർ ഏരിയ, അതാണ് എന്ത്, കറന്റ് ഡെൻസിറ്റി എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ടേമിന് എന്ത് ചെയ്തൊക്കെ, കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി എന്നാക്കി. ഇപ്പൊ ജെ സി എന്ന് വെച്ചാൽ എന്തെന്നു, ഇ ബൈ റോ എന്ന് വന്നു. റോ എന്ന് വെച്ചാൽ എന്താണ്, റെസിസ്റ്റിവിറ്റിയാണ്. റെസിസ്റ്റിവിറ്റിന്റെ ഇൻവേഴ്സ് ആണ് എന്ത്, കണ്ടക്ടിവിറ്റി, സിഗ്മ ടി. ഓക്കെ, സിഗ്മ ഇ. ജെ സി ഇസിക്കൽ ടു എന്തോന്നു, സിഗ്മ ഇ എന്ന് വന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ ജെക്ക് പകരം ചിലപ്പോൾ ചില ബുക്കിൽ എന്തുണ്ടാകും, സിഗ്മ ഇ എന്നുള്ള ഒരു ടേം ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇത് കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി ആണ്. ജെ സി ഇസിക്കൽ ടു സിഗ്മ ഇ. ഓക്കെ, ആ ഇക്വേഷൻ പഠിച്ചിരിക്കുക, ജെ സി ഇസിക്കൽ ടു സിഗ്മ ഇ. രണ്ടാമതാണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി. ഓക്കെ, കറന്റ്, രണ്ട് കറന്റ് ഡെൻസിറ്റിന്റെയും യൂണിറ്റ് സെയിം തന്നെയാണ്, ആംപിയർ പെർ മീറ്റർ സ്ക്വയർ, കറന്റ് പെർ ഏരിയ. ഓക്കെ, ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി എന്നാൽ ഏത് കറന്റ് ആണ്, കപ്പാസിറ്റർ കൂടിയുള്ള കറന്റ് ആണ്. കപ്പാസിറ്റർ കൂടിയുള്ള കറന്റിന്റെ ജനറൽ ഇക്വേഷൻ ആണ് എന്ത്, സി ഡി ബി ബൈ ഡി ടി എന്നുള്ളത്. ഓക്കെ, കപ്പാസിറ്ററിന്റെ ജനറൽ ഇക്വേഷൻ ആണ് എന്ത്, എപ്സിലോൺ എ ബൈ എൽ എന്നുള്ളത്. എപ്സിലോൺ എ ബൈ എൽ എന്നുള്ളത്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇ സിക്വൽ ടു എന്താണ്, വി ബൈ എൽ എന്നാണ്. അപ്പോൾ വി സിക്വൽ ടു എന്തായിരുന്നു, ഇ ഇൻറ്റു എൽ എന്നാണ്. അപ്പൊ ഇവിടുത്തെ ഈ വി ഉണ്ടല്ലോ, വിക്ക് ഇ ഇൻറ്റു എൽ എന്ന് ഞാൻ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ എപ്സിലോൺ എ ബൈ എൽ ടി ബൈ ഡി ടി ഓഫ് ഇ ഇൻറ്റു എൽ എന്ന്. ഓക്കെ, അപ്പോ ഇവിടെ ഒരു എൽ ഉണ്ട്. ഈ എൽ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇന്റഗ്രേഷൻ പുറത്തോട്ട് ഡിഫറൻഷിയേഷൻ പുറത്തോട്ട് എടുക്കുക. അപ്പൊ എല്ല് വന്നു, ഈ എല്ലും എല്ലും ക്യാൻസൽ ആയി പോയി. ഓക്കെ, ഈ എൻ എന്ത് ചെയ്തു, ഇങ്ങോട്ട് എടുത്തു. അപ്പൊ ഐ ഡി ബൈ എൻ, കറന്റ് പെർ ഏരിയ, അതാണ് എന്ത്, കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി, എപ്സിലോൺ ഡി ഇ ബൈ ഡി ടി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് എന്ത് പറയാറ്, ജെ ടി. ഓക്കെ, എപ്സിലോൺ ഡി ഇ ബൈ ഡി ടി എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ഈ എപ്സിലോൺ അകത്തോട്ട് എടുത്താൽ, ഓക്കെ, എപ്സിലോൺ അകത്തെടുത്താൽ എപ്സിലോൺ ഇ എന്ന് വന്നു. എപ്സിലോൺ ഇന്റെ വാല്യൂ ആണ് എന്ത്, ടി എന്നുള്ളത്. ഓക്കെ, ക്യാപിറ്റൽ കറന്റ് ഡെൻസിറ്റി ടി. ഓക്കെ, അപ്പോ ഡോ ഡി ബൈ ഡോ ടി എന്നുള്ള ടേം കിട്ടും. ഓക്കെ, അപ്പൊ ജെ ഡി എന്നുള്ളത് ഡി ഡി ബൈ ഡി ടി എന്നാക്കിയിട്ടും പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതേ പ്ലസ് ഒരു ജെ സി, അതായിരുന്നു നമ്മൾ നേരത്തെ കണ്ട മാക്സ്വെല്ലിന്റെ നാലാമത്തെ ഇക്വേഷൻ ഇൻ ഡൈനാമിക് ഫീൽഡ്. ഡൈനാമിക് ഫീൽഡിൽ ഏതുകൊണ്ട് വരും, ഈ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റിയും കൂടി ആഡ് ആയിട്ട് വരും. ഓക്കെ ആണല്ലോ, നമുക്ക് അപ്പോ ടോട്ടൽ കറന്റ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്തോന്നു, ജെ ഇസിക്വൽ ടു ജെ സി പ്ലസ് ജെ ഡി, സിഗ്മ ഇ പ്ലസ് ഡോ എപ്സിലോൺ ഇ ബൈ ഡോ ടി എന്നുള്ളത്. ഞാൻ ഇതിനെ എന്താക്കാണ്, ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് മാറ്റുകയാണ്. ഓക്കെ, ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് മാറ്റുകയാണ്. ഫ്രീക്വൻസിയിലോട്ട് മാറ്റുമ്പോൾ എന്തോരും, ഈ ഡോ ബൈ ഡോ ടിക്ക് എന്താ ചെയ്താൽ മതി, ജെ ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ജെ ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ജെ സി എന്നുള്ളത് സിഗ്മ ഇ ആണ്, ജെ ഡി എന്നുള്ളത് എന്താ, എപ്സിലോൺ ഒമേഗ എപ്സിലോൺ ഇ എന്നായിട്ട് മാറി. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് തമ്മിൽ ഡിവൈഡ് ആണെങ്കിൽ നമുക്ക് ഇത് കിട്ടും, അതായത് ജെ സി ബൈ ജെ ഡി
ഇതാണ് ജെ സി, ഇതാണ് ജെ ഡി. സിഗ്മ ഇ ഡിവൈഡ് ബൈ ഒമേഗ എപ്സിലോൺ. ഈ ഇവിടെയും ഇ ഉണ്ട്, ഇവിടെയും ഇ ഉണ്ട്. അത് ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് സിഗ്മ ഡിവൈഡ് ബൈ എപ്സിലോൺ ഒമേഗ എന്നുള്ള ടേം മാത്രമായിട്ട് കിട്ടും. ഓക്കെ, ഇതിന്റെ ബേസ് ചെയ്തിട്ട് ഓക്കെ ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് എന്തിക്കാരം പെർഫെക്റ്റ് കണ്ടക്ടർ ആയിക്കാരം, ലെസ് ദാൻ 1 ആണെങ്കിൽ എന്തിക്കാരം പെർഫെക്റ്റ് ഡൈലക്ട്രിക്കൽ ആയിക്കാരം. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് ഉള്ളതാണ് എന്ത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഓഫ് കറന്റ്. ഓക്കെ, ഇതും ചോദിക്കാറുള്ളതാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ചാർജിന്റെ കൺസർവേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇക്വേഷൻ പറയുന്നത്. ഓക്കെ, ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്. ഈ ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിൽ എന്തുണ്ടാകും, കുറെ ചാർജസ് ഉണ്ടാകും. ഓക്കെ, കുറെ ചാർജസ് ഉണ്ടാകും, ഉള്ള കുറെ ചാർജസ് ഉണ്ടാകും. ഓക്കെ, അപ്പോ ഔട്ട്വേർഡ് ഫ്ലോ ഓഫ് കറന്റ് ഈസ് ഈക്വൽ ടു, അതായത് ഇതിൽ നിന്ന് കറന്റ് എന്തുണ്ടാവും, പുറത്തോട്ട് പോകുന്നുണ്ടാകും. ഓക്കെ, കറന്റ് എന്തുണ്ട്, ഔട്ട്വേർഡ് ഫ്ലോ ഓഫ് കറന്റ് ആണ്. ഓക്കെ, അപ്പൊ കറന്റ് എന്ന് വെച്ചാൽ എന്താ, ശരിക്കും റേറ്റ് ഓഫ് ചാർജിനെയാണ് എന്ത് പറയാറ്, കറന്റ് എന്ന് പറയാറ്. അപ്പൊ ഇവിടെ കുറെ ചാർജാണ്. അപ്പൊ ഈ പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഇതിന്റെ അകത്തുള്ള ചാർജ് എന്തേക്കാരം, കുറെ ആയിക്കാരം. ഓക്കെ, ചാർജിന്റെ ഫ്ലോ ആണല്ലോ കറന്റ്. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള ചാർജുകൾ എന്തേക്കാരം, കുറെ ആയിക്കാരം. അതായത് റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് ചാർജ്. ഓക്കെ, റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് ചാർജ്, അതായത് ഇതിനകത്തുള്ള ചാർജ് കുറയുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ചാർജുകൾ മൂവ് ചെയ്യുന്നത്. അപ്പൊ ആ മൂവ് ചെയ്യുന്നതിനാണ് എന്ത് പറയാറ്, ഔട്ട്വേർഡ് ഫ്ലോ ഓഫ് കറന്റ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഓഫ് കറന്റ് എന്ന് വെച്ചാൽ എന്താണ്, ഔട്ട്വേർഡ് ഫ്ലോ ഓഫ് കറന്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് ചാർജ്. ഓക്കെ, ചാർജ് എന്താണ്, ഡിക്രീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഐ എന്നുള്ള ഒരു കറന്റ് ആണ് ഇപ്പൊ ഇതിലോട്ട് പോകണമെങ്കിൽ ഈ ക്യൂ എന്താ ചെയ്യാണ്, കുറയാണ്. അപ്പൊ ഈ കുറയണതിന് നമുക്ക് എന്താ ചെയ്യാ, ഒരു മൈനസ് ഇട്ടിട്ട് എന്താ ചെയ്യാ കാണിക്കാം, റേറ്റ് ഓഫ് ഡിക്രീസ് എന്നുള്ളത്. ഡിക്രീസ് മൈനസ് ഇട്ട് കാണിച്ചു. റേറ്റ് ഓഫ് ചാർജ് ഡി ബൈ ഡി ടി ഓഫ് ക്യൂ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇനി എന്നിട്ട് ഐന് എന്ത് ചെയ്തു, ഐന് ജനറൽ ഇക്വേഷൻ ഓക്കെ ഡബിൾ ഇന്റഗ്രൽ ജെ ഡോട്ട് ഡി എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ എന്തുണ്ട്, മൈനസ് ഡി ബൈ ഡി ടി എന്നുള്ള ടേം അവിടെ നിർത്തി. ക്യൂക്ക് എന്ത് ചെയ്തു, ട്രിപ്പിൾ ഇന്റഗ്രൽ റോ വി ഡി ബി എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഡൈവർജൻസ് തിയറം പ്രകാരം ഡബിൾ ഇന്റഗ്രൽ, ഓക്കെ ഡബിൾ ഇന്റഗ്രലിനെ ട്രിപ്പിൾ ഇന്റഗ്രൽ ആക്കുന്നതാണ് ഡൈവർജൻസ്. അപ്പൊ ഈ ഡബിൾ ഇന്റഗ്രലിനെ എന്താക്കി, ട്രിപ്പിൾ ഇന്റഗ്രൽ ആക്കി ഡൈവർജൻസ് എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു. ഓക്കെ, ഡെൽ ഡോട്ട് ജെ ഡി ബി. ഇവിടെ ട്രിപ്പിൾ ഇന്റഗ്രൽ, ഇവിടെ ട്രിപ്പിൾ ഇന്റഗ്രൽ, ഇവിടെ ഡി ബി ഡി ബി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഡെൽ ഡോട്ട് ജെ എന്നുള്ള ഒരു ടേം കിട്ടി. ഇവിടെ എന്തുണ്ട്, മൈനസ് ഡി ബൈ ഡി ടി ഓഫ് റോ വി എന്നുള്ള ടേം മാത്രം. ഓക്കെ, ഇതാണ് എന്ത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഓഫ് കറന്റ്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഓഫ് കറന്റ് ചോദിച്ചാൽ ഈ ഡെറിവേഷനും കൂടി എഴുതുക, ഈ ഇക്വേഷൻ എഴുതിയേക്കുക. ഓക്കെ, ഇതാണ് ഇതിന്റെ പോയിന്റ് ഫോം അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയും. ഡിഫറൻഷ്യൽ ഫോം ഓഫ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഓക്കെ, ഇതാണ് എന്ത് ഇന്റഗ്രൽ ഫോം. ഓക്കെ, ഇന്റഗ്രൽ ഫോം ഓഫ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഓക്കെ, അതും കൂടി എഴുതി വെക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രോബ്ലം ചെയ്യാം. പിന്നെ മെറ്റീരിയൽ ഫോർ വെച്ച് സിഗ്മ 5 സീമൻ പെർ മീറ്റർ ആണ്, എപ്സിലോൺ ആർ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 250 സൈൻ 10⁻10 t വോൾട്ട് പെർ മീറ്റർ. ഫൈൻഡ് ദ കണ്ടക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റീസ്. ഓക്കെ, കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റിയാണ് ചോദിച്ചത്. ആൻഡ് ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ബോത്ത് ഹാവ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ ആ സമയത്തുള്ള ഫ്രീക്വൻസിയും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി ജെ സി ഇക്വൽ ടു എന്തായിരുന്നു, സിഗ്മ ഇ എന്നായിരുന്നു. ഓക്കെ, സിഗ്മ നമുക്ക് തന്നിട്ടുണ്ട്, ഇയും തന്നിട്ടുണ്ട്. അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. സിഗ്മന്റെ വാല്യൂ 5, ഇന്റെ വാല്യൂ 250 സൈൻ 10⁻10. ഓക്കെ, അപ്പോ 5 × 250 മൾട്ടിപ്ലൈ ചെയ്ത 1250 സൈൻ 10⁻10 ആംപിയർ പെർ മീറ്റർ സ്ക്വയർ കിട്ടി. ഓക്കെ, അപ്പൊ കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി. ഇനി ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി ജെ ഡി എന്ന് വെച്ചാൽ എന്താണ്, ഡോ ഡി ബൈ ഡോട്ട് ടി. ഡി തന്നിട്ടില്ല, ഡിക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എപ്സിലോൺ ഇ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എപ്സിലോൺ എന്ന് വെച്ചാൽ എപ്സിലോൺ നോട്ട് ഇൻറ്റു എപ്സിലോൺ ആർ എന്നാണ്. ഓക്കെ, എപ്സിലോൺ ആറിന്റെ വാല്യൂ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എപ്സിലോൺ ആറിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അത് പുറത്തോട്ട് എടുത്തു, എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ ഡോ ഇ ബൈ ഡോട്ട് ടി എന്നായി. ഓക്കെ, ഇന്റെ വാല്യൂ എന്തായിരുന്നു, 250 സൈൻ 10⁻10 × ടി എന്നായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സൈൻ എന്താകും, കോസ് ആകും.
ഈ ടേമും കൂടി എന്ത് ചെയ്യും, ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്ത് വരും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഈ വാല്യൂ ഇതേക്കാരം നമുക്ക് കിട്ടുന്നുണ്ടാവുക ജെ ഡി എന്നുള്ളത്. ഓക്കെ, അപ്പൊ ജെസിയും കിട്ടി, എന്ത് ജെ ഡിയും കിട്ടി. ഇനി പിന്നെ ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഫ്രീക്വൻസി അറ്റ് വിച്ച് ബോത്ത് ഹാവ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. അതായത് നമ്മൾ ജനറൽ ഇക്വേഷൻ എന്ത് ചെയ്തു, ജെ സി ബൈ ജെ ഡി ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടിയിരുന്നു, സിഗ്മ ഡിവൈഡ് ബൈ ഒമേഗ എപ്സിലോൺ എന്നുള്ള വാല്യൂ കിട്ടിയിരുന്നു. അതിന്റെ വാല്യൂ ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ സിഗ്മ ഡിവൈഡ് ബൈ ഒമേഗ എപ്സിലോൺ എന്നുള്ളത് 1 ആയിക്കാരം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഒമേഗ കണ്ടെത്താൻ നമുക്ക് ഫ്രീക്വൻസി ആണ് വേണ്ടത്. ഒമേഗന്റെ വാല്യൂ എന്തേക്കാരം വരിക, സിഗ്മ ഡിവൈഡ് ബൈ എപ്സിലോൺ. സിഗ്മന്റെ വാല്യൂ അറിയാം, എപ്സിലോൺ നോട്ട് ഇൻറ്റു എപ്സിലോൺ ആർ എന്നാണ്. എപ്സിലോൺ ആറിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഒമേഗന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഒമേഗ ഈസ് ഈക്വൽ ടു എന്താണ്, 2π എഫ് എന്നാണ്. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡ് ബൈ 2π. ഈ ടേം ഡിവൈഡ് ബൈ 2π ചെയ്താൽ എന്ത് കിട്ടും, 89.8 മെഗാ ഹെർട്സ് എന്നുള്ള വാല്യൂ കിട്ടും. Okay. Next problem. Find the displacement current density within a parallel plate capacitor having dielectric epsilon r, area of plate A, distance of separation D. Applied voltage V is equal to 200 sin 200 T. Okay. Displacement current density ആണ് കാണാൻ പറയുന്നത്. Okay. അപ്പോൾ സാധാ displacement current density എന്താണ്, capacitor current. Okay. Capacitor current IC അല്ലെങ്കിൽ ID. സി ഡി വി ബൈ ഡി ടി എന്നാണ് ജനറൽ ഇക്വേഷൻ. സിന്റെ ജനറൽ ഇക്വേഷൻ എന്താണ്, എപ്സിലോൺ എ ബൈ ഡി എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ലെങ്ത് എൽ. എപ്സിലോണിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എപ്സിലോൺ ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഡി ബി ബൈ ഡി ടി ബിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ വാല്യൂസ് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, കണ്ടെത്തുക. ഓക്കെ, ഇത് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും, കപ്പാസിറ്റർ കറന്റ് എന്ത് കിട്ടും, ഇത് കിട്ടും. അതിനെയാണ് എന്ത് നമ്മളെ ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ കറന്റ് ഡെൻസിറ്റി കാണാൻ തന്നത് ആ കറന്റ് പെർ ഏരിയ ചെയ്താൽ മതി. ഓക്കെ, കറന്റ് പെർ ഏരിയ ചെയ്താൽ മതി. ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാതും SI യൂണിറ്റിലാണ് തന്നത്, മില്ലിമീറ്റർ ആണ് തന്നത്. അപ്പൊ മില്ലിമീറ്റർ ആണെങ്കിൽ മീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 10⁻³ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ മീറ്റർ സ്ക്വയർ ആണ് തന്നത്, അപ്പൊ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ മാക്സ്വെൽ ഇക്വേഷൻസ് എഴുതിയിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. ആ സ്റ്റാറ്റിക് ഫീൽഡും ഡൈനാമിക് ഫീൽഡും, സ്റ്റാറ്റിക് ഫീൽഡ് പഠിച്ചാൽ മതി, ഡൈനാമിക് ഫീൽഡിലത്തെ ആ വേരിയേഷൻസ് മാത്രം. Okay, thank you for watching.